കാസർഗോഡ് സീതാങ്കോളി കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിലായി. നായിക്കാപ്പ് സ്വദേശി ശ്രീനിവാസയാണ് പിടിയിലായത്. മദ്യലഹരിയിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പാടലടുക്കം സ്വദേശി ഷഫായത്തിനെ തലക്കടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജുലേക്ക് എത്താം. എന്താണെങ്കിലും സീതാങ്കോളി കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിലായി. നായിക്കാപ്പ് സ്വദേശി ശ്രീനിവാസാണ് പിടിയിലായത്. മദ്യലഹരിയിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഷഫായത്ത് എന്നാണ് മരിച്ച ആളുടെ പേര്. പാലടുക്കം സ്വദേശിയാണ്. ഷഫായത്തിനെ തലക്കടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നാടിനെ നടുക്കിയ കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, എന്താണ് പോലീസ് പറയുന്നത്? ഇങ്ങനെ ഒരു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം മാത്രമാണോ? അതിനല്ലാതെ മറ്റൊരു വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇരുവരും തമ്മിൽ? എൽദോ, നിസ്സാരമായ വാക്കുതർക്കത്തെ തുടർന്നാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് കലാശിച്ചതാണ് പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് കാസർഗോഡ് നിന്നും 6 കിലോമീറ്ററോളം മാറി സീതാങ്കോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ചോരയിൽ കുളിച്ച മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഈ ശ്രീനിവാസ എന്ന് പറയുന്ന കുമ്പള നായിക്കാപ്പ് സ്വദേശിയായ ശ്രീനിവാസിയും അതുപോലെ തന്നെ ഷഫാത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തെ തുടർന്ന് മരക്കൊമ്പുകൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. ഏതായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. പിന്നീട് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രതിയെ പിടികൂടിയത്. ഏതായാലും ഈ സീതാങ്കോളി എന്ന് പറയുന്ന ഈ പ്രദേശം, അതായത് ബീവറേജ് ഔട്ട്ലെറ്റിന്റെ സമീപത്താണ് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹം ചോരയിൽ കുളിച്ചതിൽ കണ്ടെത്തിയത്. ഈ പ്രദേശം വലിയ തോതിൽ ലഹരി സംഘങ്ങളുടെ ഒരു താവളമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഈ ഒരു കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതോടൊപ്പം ഒരു പാറയൊക്കെ ഉണ്ട്. അവിടെ സ്ഥിരമായി ഈ മദ്യപിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ പതിവാണ് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അതിക്രൂരമായ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ഷഫായത്ത് എന്ന് പറയുന്ന ഇയാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവിടെ സമീപ പ്രദേശത്തുള്ള ഒരു കോഴിക്കടയിലെ ഓട്ടോ ഡ്രൈവറാണ്. നേരത്തെ ഇയാൾ മീൻ വിൽപ്പനയും അത്തരം കാര്യങ്ങൾ പച്ചക്കറിയും ഒക്കെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയായിരുന്നു. ഇപ്പോൾ കോഴിക്കടയിലെ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപ് വലിയ തോതിലൊരു വാക്കുതർക്കമുണ്ടായി, ബഹളമുണ്ടായി. അങ്ങനെ അതിന്റെ ഒരു വൈരാഗ്യത്തിൽ ഈ ക്രൂര കൊലപാതകം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തലക്കടിക്കാൻ ഉപയോഗിച്ച ആയുധം, ആ മരം അവിടുന്ന് തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഈ സമീപപ്രദേശങ്ങളിലുള്ള ആളുകളുടെ മൊഴിയൊക്കെ എടുത്തപ്പോഴാണ് ഇന്നലെ ഇതിന് തൊട്ടു ദിവസം മുൻപ് തർക്കമുണ്ടായ കാര്യം പുറത്തറിയുന്നത്. എന്നാലും ഇയാളിപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഏതെങ്കിലും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ കേസിൽ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അത് ശ്രീനിവാസ എന്ന് പറയുന്ന കുമ്പള നായിക്കാപ്പ് സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഒക്കെ സ്ഥലത്തെത്തി ഒരു പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. അതായത് തലക്കടിയേറ്റ ആഴത്തിലുള്ള അടിയേറ്റതാണ് ഈ മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്നാലും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച തടിക്കഷ്ണം അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എൽദോ, ബൈജു, ആ കൊലപാതകത്തിന്റെ വിവരം അല്ലെങ്കിൽ ആദ്യം ആ വാർത്ത വരുമ്പോൾ തന്നെ ആ കൊല്ലപ്പെട്ട ആളുടെ മുഖം പോലും അതിക്രൂരമായി മർദ്ദനമേറ്റോ അല്ലെങ്കിൽ വല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം? ഇതിൽ സ്ഥിരമായിട്ട് ഇവർ ഒരുമിച്ച് കാണുന്ന ആളുകളാണോ? എന്തൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? അതെൽദോ, ഇവര് ഈ ഒരു സ്ഥലത്ത് പതിവായി ഇങ്ങനെ മദ്യപിക്കാറുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സീതാങ്കോളി ബീവറേജ് ഔട്ട്ലെറ്റിന്റെ തൊട്ട് സമീപത്ത് വലിയ തോതിലുള്ള കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ്. ഈ മദ്യപാന്മാരുടെ ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ. വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്കൊക്കെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ ഒരു പക്ഷേ ഇങ്ങനെ മദ്യം കഴിക്കുന്നതിനിടയിലോ മറ്റോ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം
ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കം വലിയ ബഹളമൊക്കെയായി ആളുകളൊക്കെ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ശ്രീനിവാസ ഇത്തരത്തിൽ ഇയാളെ കൊലപ്പെടുത്തുന്നത്. ഇന്നലെ ഇത് എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായത്. ദുരൂഹ സാഹചര്യത്തിൽ ഇങ്ങനെ കണ്ടെത്തി. പക്ഷെ പിന്നീട് അത് കൊലപാതകമാണെന്ന് പെട്ടെന്ന് തന്നെ സ്ഥിരീകരിച്ചു. കാരണം ആ തലക്കടിച്ച ആ മരത്തടി അത് അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഒരുപക്ഷെ ഈ കൊലപാതകം നടത്തുമ്പോഴും മദ്യലഹരിയിലായിരിക്കുമോ എന്ന ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ മറ്റാർക്കെങ്കിലും കൂടുതൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ കൂട്ടുപ്രതികളായ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ വലിയ നേരത്തെ ഉണ്ടായ വൈരാഗ്യമൊന്നുമല്ല, ഒരു ചെറിയ തർക്കമുണ്ടായി, അതിനെ തുടർന്ന് ബഹളമുണ്ടായി. ആ വ്യക്തി വൈരാഗ്യത്തിൽ ആസൂത്രിതമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയ ഒരു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ പിടികൂടാനായിട്ടുണ്ട്. ഇനി ഇയാൾ ഈ കൊലപാതകത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളെ അല്പസമയത്തിനകം വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തെത്തി ഇയാൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. കൊലപാതകം എങ്ങനെയാണ് നടത്തിയ തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ പോലീസിന് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയും കൂടെ പൂർത്തിയായി. ഇനി അല്പസമയത്തിനകം തന്നെ കാസർഗോഡ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കും. മാത്രമല്ല ഇതിൽ കൂടുതൽ അന്വേഷണവും ഉണ്ടാവുമെന്ന് പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഇതിൽ ഈ കൊലപാതകം നടത്തിയ ആൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. എൽദോ. ശരി ബൈജു, എന്നാണെങ്കിലും കാസർഗോഡ് സീതാങ്കുളി കൊലപാതകത്തിലെ പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. അതിക്രൂരമായുള്ള കൊലപാതകമാണ്. അത് മദ്യലഹരിയിലുള്ള തർക്കത്തിലുണ്ടായ കൊലപാതകമാണ്. ഷഫായത്തിനെ ഇങ്ങനെ ക്രൂരമായി തലക്കടിച്ചു കൊന്നു എന്നാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.